ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടെ എത്തിപ്പെട്ട പമ്പിൽ എന്ന് പറഞ്ഞാൽ വളരെ അടിപൊളി തന്നെയായിരുന്നു. ഇവിടുത്തെ ചേട്ടന്മാരാണെങ്കിലും ഇവിടുത്തെ വർക്കണം, പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഓണേഴ്സ് ആണെങ്കിലും നല്ല കുറേ കമ്പനിയായിരുന്നു. അപ്പോൾ നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളൊക്കെ ചെയ്ത് തന്നിരിക്കണമായിരുന്നു. നമ്മുടെ ഫോണെല്ലാം അവിടെ കുത്തിയിട്ട് പിന്നെ നമ്മളോട് കുളിക്കാനൊക്കെ ആണെങ്കിലും ഞാൻ ആദ്യം വെള്ളം വരാത്തതുകൊണ്ട് ഞാൻ ഇവിടെ മഴവെള്ളം എടുക്കാൻ വേണ്ടി പോയപ്പോൾ അതൊന്നും എടുക്കേണ്ട, നല്ല വെള്ളമുണ്ട്, അതൊക്കെ എടുത്ത് കുളിക്കുന്ന പറഞ്ഞിട്ട് മോട്ടറൊക്കെ ഓൺ ചെയ്ത് തന്നെ നമുക്ക് വേണ്ടിയിട്ട് അങ്ങനെ കുറേ ഇവിടെ പണി നടക്കണുണ്ട്. അതൊക്കെ ഓഫ് ചെയ്തിട്ടേക്കണേ നമുക്ക് വേണ്ടി കുറേ ഉപകാരങ്ങളൊക്കെ ചെയ്തെന്ന്. നമ്മൾ ഇന്നലെ ഇവിടെ ഇരുന്നല്ല ടെൻ്റ് അടിച്ച് നല്ല അടിപൊളിയായിരുന്നു, നല്ല ഉറക്കമൊക്കെ കിട്ടി. ഇപ്പോൾ എഴുന്നേറ്റുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് വീഡിയോ കുറച്ച് എഡിറ്റ് ചെയ്ത് തീർക്കാണ്ട്. അപ്പോൾ അത് കഴിയാൻ നേരത്ത് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് കൊൽക്കത്തയിലേക്ക് പോകാനുള്ള ഹൈവേ അപ്പുറത്തോട്ട് കാണണം. അപ്പോൾ ആ വഴിയായിരിക്കും നമ്മൾ പോണത്. അങ്ങനെ നമ്മൾ കുട്ടൂസനായിട്ട് പാക്കെല്ലാം ചെയ്തിട്ട് പമ്പിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. ഈ ഹൈവേ കൂടിയാണ് നമുക്ക് പോകാനുള്ളത്. നമ്മൾ പോയിക്കൊണ്ടിരിക്കാൻ നേരത്തെ ഈ ഹൈവേൻ്റെ സൈഡിൽ തന്നെയായിട്ട് ഒരു വീട് കണ്ടപ്പോഴേക്കും നല്ല രസമുണ്ട്. പണ്ടത്തെ വീടാണ്, ഇപ്പോൾ ആരും താമസിക്കണമെന്നില്ല. നേരത്തെ താമസിക്കാൻ നേരത്തെ ഇവർക്ക് നല്ല രസം തന്നെ ആയിരിക്കും. കാരണം ആ ഒരു വീടിൻ്റെ അവരുടെ ഒരു കോമ്പൗണ്ട് ആയിരിക്കുള്ളൂ ഈ ചുറ്റിനും കെട്ടിയേക്കണ. ഏറ്റവും അറ്റത്തായിട്ടൊരു കിണറും അതുപോലെ തന്നെ ചെറിയൊരു ഷെഡും കൂടി കാണാം. ബാക്കി എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് മാറിയിട്ടൊരു വീട്, ബാക്കി ഇത്ര സ്ഥലങ്ങൾ. അപ്പോൾ ഇവിടെ താമസിക്കാൻ നേരത്തൊക്കെ നല്ലൊരു ഫീൽ തന്നെ. അങ്ങനെ നമ്മൾ വന്ന വഴിക്ക് ആ സർവീസ് റോഡിൽ കൂടി തന്നെയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് വേണ്ട ഒരു സൈക്കിൾ കണ്ടപ്പോൾ നോക്കിയതാണ്. നമ്മൾ 2 ദിവസം മുമ്പ് നമ്മുടെ കൂടെ ഉണ്ടായ അവനെ വീണ്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഹൈവേന്ന് സർവീസ് റോഡിലോട്ട് കയറാനായിട്ടുള്ള വഴിയില്ല. അപ്പോൾ അവനത് നോക്കി പോയിക്കൊണ്ടിരിക്കണം. ഇനിയിപ്പോൾ അവൻ ക്രോസ് ചെയ്ത് വന്നിട്ട് വേണം അവൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. അവൻ ടെൻ്റൊക്കെ മേടിച്ചായിരുന്നു. അവൻ പിന്നെ ഒരു ചാർജ് ചെയ്യാനായിട്ടുള്ളൊരു സോളാറിൻ്റെ ഒരു സാധനം കൂടി മേടിച്ചിട്ടുണ്ട്. അത് അടിപൊളിയാണ്. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്കിനി പോണ വഴിക്ക് നമുക്ക് പറഞ്ഞാൽ മേടിക്കണം അതേപോലത്തെ. അപ്പോൾ ഏകദേശം അവൻ ഇന്നലെ ടെൻറ്റ് മേടിക്കുന്ന സമയത്ത് തന്നെയായിരുന്നു നമ്മൾ സർവീസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്നേച്ചത്. അപ്പോൾ രണ്ട് വഴിക്കാണ് പോയത്. ഏറ്റവും അവസാനം ഞാനും ഹൈവേയിലെത്തി കയറി കഴിഞ്ഞപ്പോഴേക്കും അവനും ഹൈവേയിലെത്തി. അപ്പോൾ അത് അവനപ്പുറത്തുകൂടി അതുപോലെ തന്നെ ഞാൻ സർവീസ് റോട്ടിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളിപ്പോൾ ഏകദേശം ഒരു 12 മണിയൊക്കെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹൈവേയിൽ നിന്ന് നല്ല ക്ലൈമറ്റാണ്, മഴയൊന്നുമില്ല. ചെറുതായിട്ട് മഴക്കാറ് വന്നിട്ടുണ്ട്, എന്നാലും മഴ പെയ്യാൻ ചാൻസ് കുറവാണ്. അപ്പോൾ അവനെ നമ്മളെ കൂടെ കിട്ടിയിട്ടുണ്ടായി. അപ്പോൾ നമ്മൾ വന്ന് ഇവിടെ ഒരു ബസ് സ്റ്റോപ്പിൽ കുറച്ച് നേരം റെസ്റ്റ് എടുക്കണതാണ്. അതോടൊപ്പം തന്നെയാണ് നമ്മൾ ഇതേപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ചില സമയത്തൊക്കെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യണത്. ഇപ്പോൾ ഇന്നലെ പമ്പിൽ നിന്ന് ഒരുമാതിരിയൊക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞായിരുന്നു. അപ്പോൾ ബാക്കി വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് അപ്പോൾ പുതിയ വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി എല്ലാം റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഏകദേശം ഇനി തുടങ്ങിയുള്ളൂ. ഒരു മണിക്കൂറിനുള്ളിൽ അപ്ലോഡ് ആവും. അപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യാൻ ഇട്ടിട്ട് നമുക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ ഇടയ്ക്ക് ഇത് അപ്ലോഡ് ആവും. അങ്ങനെയാണ് നമ്മൾ എല്ലാ ദിവസവും ചെയ്യണത്. നമുക്കല്ലാതെ ഇതിന് വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കുറേ സമയം വേണ്ടി പോകും. അങ്ങനെ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം 1:30 ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന വഴിയാണ് ഇത്. ഇപ്പോൾ നല്ല ചൂടാണ്. മഴയില്ലാത്തതുകൊണ്ടിട്ടുള്ള ഒരു ആശ്വാസമുണ്ട്. കാരണം മഴയത്ത് നമ്മൾ സൈക്കിൾ ഓട്ടുമ്പോൾ എന്തായാലും നമ്മൾ ഒന്നും കൂടി ടയേർഡാവും. ഇപ്പോൾ ഇന്ന് മഴയൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല ചൂടാണ്. അപ്പോൾ നമ്മളൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നിരുന്ന സ്ഥലമാണ്. അപ്പോൾ അവൻ്റെ ഷീറ്റ് ഉണ്ടായതുകൊണ്ട് ആ ഷീറ്റൊക്കെ വിരിച്ചിട്ട് കുറച്ച് നേരം ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ട് വേണം പോകാൻ. അപ്പോൾ നമ്മൾ ഈ നിർത്തിയ മരം എന്ന് പറഞ്ഞാൽ ഇത് ഞാവൽപ്പഴത്തിൻ്റെ മരമാണ്. അപ്പോൾ ഒരുമാതിരിയൊക്കെ ഞാവൽപ്പഴത്തിൻ്റെ സീസൺ കഴിഞ്ഞുകൊണ്ട് മൊത്തം തീർന്നിട്ട് ഈ സൈഡിൽ കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു വടിയെടുത്തിട്ട് എറിഞ്ഞ് കുറച്ച് ഞാവലൊക്കെ പറിച്ച് കഴിച്ചിട്ട് ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് വേണം ഇനി പോകാനായിട്ട്. കുട്ടൂസിനെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവൻ്റെ സൈക്കിൾ ഇവിടെ ഉണ്ട്. അവൻ ഇന്നും കൂടി നമ്മളൊപ്പം ഉണ്ടാവും. ചിലപ്പോൾ പൂരി വരെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് ഞാവൽപ്പഴം പറിച്ച് കഴിച്ചിട്ട്
അങ്ങനെ നമ്മൾ പറിച്ച ഞാവൽപ്പഴമൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഇനി ഇത് കഴിച്ച് കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും കുട്ടൂസനെ എടുത്തിട്ട് യാത്ര തുടങ്ങണമായിരിക്കുള്ളൂ. അങ്ങനെ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം 3:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് സൈഡിൽ ഇതേപോലെയുള്ള കുറേ തോട്ടങ്ങളായിരുന്നു ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കേണ്ടത്. അപ്പോൾ കാണാനായിട്ട് നല്ല രസമുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും അറ്റം വരെ ഇങ്ങനെ നമ്മൾ പോണ ഹൈവേ കൊണ്ടിട്ട് ഇത് താഴത്തോട്ട് പോകണം. അപ്പോൾ നമ്മുടെ റോഡിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ലെവലിൽ ഇങ്ങനെ പുല്ല് പോലെ ഇങ്ങനെ തോന്നും. പക്ഷെ എല്ലാം ഇങ്ങനെ മരങ്ങളാണ്, മരത്തിൻ്റെ ഹൈറ്റാണ് ഈ കാണുന്നത്. ഇങ്ങനെ അറ്റം വരാണ്ട് ഇതെന്ന് പറഞ്ഞാൽ മസാലയുടെ പാക്കറ്റിനകത്തൊക്കെ വന്ന ബേലീഫ് എന്ന് പറയുന്ന ആ ഒരു സാധനമാണെന്നാണ് തോന്നണത്. നമുക്ക് എന്തായാലും ഒന്ന് അവിടെ കിട്ടണം പോയി നോക്കാം. കണ്ടോ, ഇതാണ് ഈ സാധനം. എന്താ സാധനം ഒന്നും അറിയാൻ പാടില്ല. ആ ഇല പോലെ തന്നെ ഉണ്ട്, പക്ഷെ അതല്ല എന്നാണ് തോന്നണം. അപ്പോൾ ആർക്കെങ്കിലും അറിയാമെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ഇട്ടാൽ നമുക്ക് വീഡിയോ കാണുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ എല്ലാവർക്കും ഉപകാരം. എനിക്കും ഇതിനെക്കുറിച്ച് അറിയാമല്ലോ. ഇവിടെ ഞാൻ ചോദിക്കാനെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാരും കാണാനൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ഹൈവേ കൂടി പോയപ്പോൾ തോട്ടം കണ്ടപ്പോൾ ചാടി ഇറങ്ങിയെന്നുള്ളൂ. ദൂരെ നോക്കിയപ്പോൾ ഇല കണ്ടപ്പോഴേക്കും ആ മസാലേൻ്റെയൊക്കെ ഒപ്പം മഞ്ഞ പോലത്തെ ഇല പോലെ തോന്നി. പക്ഷെ അതല്ല. എന്തായാലും നല്ല രസമുണ്ട് കാണാനായിട്ട്. മേളിൽ നിന്ന് പിന്നെ പോകാനുള്ള ആ വഴിയാണ്. നമ്മളിപ്പോൾ ഉള്ള രമേശ് എന്ന് പറഞ്ഞവൻ സൈക്കിളോട്ട് ഇപ്പോൾ ഏകദേശം നമ്മുടെ മുമ്പിൽ ഒരു 1 കിലോമീറ്റർ 2 കിലോമീറ്ററൊക്കെ എത്തിയിട്ടുണ്ടാവും. അവൻ നേരെ പോകണ്ടായി. ഞാനപ്പോൾ ഇവിടെ നിർത്തി കുറച്ച് നേരം പോയി. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അവൻ്റെ അടുത്ത് പോയി നോക്കാം. അങ്ങനെ നമ്മൾ ഈ ഹൈവേ കൂടി വന്നിട്ടിരിക്കാൻ നേരത്ത് 2 ചേട്ടന്മാർ നമ്മളെ കുറേ നേരമായിട്ട് കണ്ടിട്ട് നമ്മളെ വിളിക്കണമായിരുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല സൈക്കിളിൽ ഇങ്ങനെ സ്പീഡിൽ പോകണോണ്ട്. എന്നിട്ട് ആ ചേട്ടന്മാർ കടയിൽ നിർത്തിയപ്പോൾ കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് നമ്മളെ പരിചയപ്പെട്ടു. അതിൻ്റെയോടൊപ്പം തന്നെ ആ സമയത്ത് തന്നെ ഇവിടെയുള്ള കുറേ ചേട്ടന്മാർ നമ്മളോട് വന്നിട്ട് പരിചയപ്പെട്ടിട്ട് ഭയങ്കര നല്ലൊരു മോട്ടിവേഷൻ തന്നെയായിരുന്നു നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ആ ചേട്ടന്മാർ പിന്നെ ഇവിടെയുള്ള എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടിട്ട് നമുക്കിനി യാത്ര കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ very happy to see you. Such a long distance you are traveling. Okay. Actually it's a very inspiration to all of us. Thank you. Oh name? All the best. Manikanta. Myself Anil Kumar. അപ്പോൾ ഈ 2 ചേട്ടന്മാരായിരുന്നു നമ്മളെ ഒന്ന് കണ്ടിട്ട് പിടിച്ചെടുത്ത് കുറേ സംസാരിച്ചു. അപ്പോൾ ബ്രോ സെയിം മണിക്കണ്ട. ഓക്കെ അണ്ണാ ഞാൻ പേര് അക്കണ്ണ. അപ്പോൾ ശേഖർ, അപ്പാരു, സൂര്യ, രാജശേഖർ. അപ്പോൾ എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. താങ്ക് യു വെരി മച്ച്. ഓൾ ദി ബെസ്റ്റ്. ടേക്ക് കെയർ ഓഫ് യുവർസെൽഫ്. ഹാപ്പി ജേർണി. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരുന്ന ഹൈവേന്ന് ഡീവേറ്റ് ചെയ്ത് ഇപ്പോൾ ശ്രീകാക്കുളം എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള റോഡിൽ കയറിയിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കുറച്ച് നേരം മുമ്പ് കണ്ടായിരുന്നില്ല. ആ ചേട്ടന്മാർ നമുക്ക് ഇന്നത്തെ ഷെൽട്ടർ സ്റ്റേ ചെയ്യാനായിട്ടുള്ള ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ അടുത്തോട്ട് പോയിട്ട് വിളിക്കാം. അപ്പോൾ ഒരു ലൊക്കേഷൻ പറഞ്ഞാൽ ശ്രീകാകുളം വന്നിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നതിന് നമ്പറൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോകേണ്ടത് അപ്പുറത്തെ വഴിയിൽ ഹൈവേയിലൂടെ ആയിരുന്നു. നമ്മളപ്പോൾ നേരെ ശ്രീകാകുളം എന്ന് പറഞ്ഞ വില്ലേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഇവിടുന്ന് ഏകദേശം ഇപ്പോൾ ഒരു 7 കിലോമീറ്റർ 8 കിലോമീറ്ററും കൂടിയേ ഉള്ളൂ. അപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 5 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് ആ ചേട്ടന്മാരെയൊക്കെ ഒന്ന് വിളിച്ചിട്ട് ഇന്നത്തെ ഷെൽട്ടർ അവരുടെ അവിടെ ആയിരിക്കുള്ളൂ. അപ്പോൾ എന്തായാലും അടിപൊളിയായിരിക്കും. അങ്ങനെ നമ്മൾ വന്ന വഴിക്ക് പിന്നെ ആ ചേട്ടന്മാരെ കണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടന്മാരെ അടുത്ത് സംസാരിക്കാനായിട്ട് ഇതെന്ന് പറഞ്ഞാൽ കോളേജ് ഏരിയയാണ്. ഇവിടുന്ന് കുറേ കോളേജ് പയ്യന്മാരെയൊക്കെ കണ്ട് അവന്മാരൊക്കെ ഭയങ്കര മോട്ടീവായിരുന്നു നമ്മുടെ ഈ ട്രാവലിനകത്ത്. നമുക്ക് എന്തായാലും അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാൻ. എന്നിട്ട് അവരെ ഇവിടുത്തെ കോളേജാണ്. അപ്പോൾ ഏത് കോളേജാണ് ഏതാ സ്ഥലമെന്നൊന്ന് ചോദിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ അവരുടെ പേരുകളെല്ലാം ചോദിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. ബ്രോ നെയിം? ശ്രീധർ ബ്രോ. പിന്നെ ബ്രോ രാകേഷ്, രാജു, ജസ്വാൻ, തേജ ആൻഡ് നിഖിൽ. വിച്ച് കോളേജ് ഇസ് SVC? വില്ലേജിനെ ടൗൺ നെയിം ഇച്ചർല. അപ്പോൾ ഇവിടെയാണ് അവർ പഠിക്കണ. വിച്ച് സ്റ്റഡി ഇന്റർ. അപ്പോൾ എല്ലാവരും ഇന്ററാണ് പഠിക്കണത്. അപ്പോൾ എന്തായാലും പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷമുണ്ട്.
ഇപ്പോൾ ഇവിടെ 2-3 മച്ചാന്മാരൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. ബ്രോ നെയിം? ഷാനു. ഷാനു ആൻഡ് നെയിം? ദിലീപ്. ശ്രീനു. ചര. അങ്ങനെ നമ്മളിപ്പോൾ ആ ചേട്ടന്മാർ പറഞ്ഞിട്ട് എത്തിപ്പെട്ട സ്ഥലമാണ്. ഇപ്പോൾ ആ ചേട്ടന്മാർ പറഞ്ഞ ഇവിടെ ഒരു മന്ദിരമുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ സൂര്യഭഗവാന്റെ ഇവിടെ ഉള്ള ഒരു മന്ദിരമാണ്. ഇത് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു വലിയ മന്ദിരമാണ്. അപ്പോൾ നമ്മളോട് ഇവിടെ വന്ന് ദർശനമൊക്കെ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ആ പുള്ളി വരാം രാത്രിക്കുള്ളിൽ വന്നിട്ട് നമുക്ക് അവിടെ പുള്ളിയുടെ വീട്ടിൽ പോയിട്ട് തന്നെ സ്റ്റേ എടുക്കാമെന്നൊക്കെ പറഞ്ഞേക്കണം. കറക്റ്റായിട്ട് അറിയാൻ പാടില്ല. ആ ചേട്ടൻ എന്തായാലും ഇവിടെ വന്ന് നിങ്ങൾ കുളിച്ച് കഴിഞ്ഞിട്ടൊന്ന് ദർശനം ചെയ്ത് കഴിഞ്ഞിട്ട് വിളിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ നമ്മളിന്ന് കുളിക്കാൻ പോകുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ ഈ ബാക്കിൽ കാണുന്ന കുളത്തിലാണ്. ഇതൊരു അമ്പലക്കുളമാണ്. ഇവിടെ ടാപ്പ് ഉണ്ട്. ടാപ്പിൽ വേണമെങ്കിൽ നമുക്ക് കുളിക്കാം. പക്ഷേ നമ്മളെപ്പോഴും ടാപ്പിലേക്ക് കുളിക്കണമല്ലോ. നമുക്ക് ഇതുപോലെ കുളത്തിലും നദികളിലൊക്കെ വല്ലപ്പോഴൊക്കെ എത്തിപ്പെടണുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് ഈ കുളത്തിൽ തന്നെ കുളിക്കാം. അങ്ങനെ ഇപ്പോൾ സമയമെന്ന് പറഞ്ഞാൽ ഏകദേശം 6:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇരുട്ടായി തുടങ്ങി. നമുക്ക് എന്തായാലും കുട്ടൂസനെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ വലിയ പ്രശ്നമൊന്നുമില്ല. ഇവിടുത്തെ ആൾക്കാരൊക്കെ നമ്മളോട് ഒന്ന് നല്ലോണം കമ്പനിയായി. ഇപ്പോൾ അവിടെ നിന്ന് കണ്ട ചേട്ടന്മാർ, അവിടെ ഇരിക്കുന്ന ചേട്ടന്മാരാണെങ്കിലും നമ്മളോട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടാവും. ആ ചേട്ടന്മാരെ പറഞ്ഞു ഇവിടെ ടാപ്പുണ്ട്, ടാപ്പിൻ്റെ സൗകര്യമുണ്ട്, നിങ്ങളാണെങ്കിൽ ടാപ്പിൽ കുളിച്ചോളാൻ പറഞ്ഞ്. നമ്മളപ്പോൾ കുഴപ്പമില്ല, ഞങ്ങൾക്ക് കുളത്തിൽ കുളിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞപ്പോഴേക്കും എന്നാൽ കുഴപ്പമില്ല, നിങ്ങൾ ഇവിടുന്ന് കുളിച്ചോ, സാധനങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല, ഇവിടെ തന്നെ വെച്ചോളാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കുട്ടൂസൻ്റെ കയ്യിൽ നിന്ന് എന്തായാലും അഴിക്കണം. നമ്മുടെ മാറാനുള്ള ഡ്രസ്സുകളെല്ലാം കുട്ടൂസിൻ്റെ ബാഗിനകത്താണ്, ബാക്കിലെ ബാഗിനകത്ത്. അപ്പോൾ കുട്ടൂസിൻ്റെ അതിൽ നിന്ന് ലഗേജൊക്കെ അഴിച്ചെടുത്തിട്ട് വേണം ഇനിയിപ്പോൾ നമുക്ക് കുളിക്കാൻ വേണ്ടി ഇറങ്ങാൻ. അങ്ങനെ നമ്മൾ ഈ ഡ്രസ്സൊക്കെ മാറിയിട്ട് കുളിക്കാനായിട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ കുളത്തിൽ ഇറങ്ങി നീന്തി കുളിച്ചിട്ട് വേണം ഇനി ഡ്രസ്സ് മാറിയിട്ട് ഇപ്പോൾ പെട്ടെന്ന് തന്നെ പോകണം നമുക്ക് ഈ ദർശനം നടത്താനായിട്ടുള്ളത്. അപ്പോൾ അമ്പലം അടക്കണതിന് മുമ്പ് തന്നെ നമുക്ക് പോയിട്ട് ദർശനമൊക്കെ നടത്തിയിട്ട് വേണം ആ ചേട്ടന്മാരെ വിളിക്കാനായിട്ട്. എന്നിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ഇന്നത്തെ. അപ്പോൾ എന്തായാലും ഇന്നും എത്തിപ്പെട്ട് വളരെ നല്ലൊരു സ്ഥലത്ത് തന്നെയാണ്. അങ്ങനെ നമ്മൾ ആ അമ്പലത്തിൽ നിന്ന് ദർശനമൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് ആ ചേട്ടന്മാരിപ്പോൾ ഒരു ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ട്. അങ്ങോട്ടേക്കാണ് പോണത്. ഞാൻ അമ്പലത്തിൽ കയറിയപ്പോഴേക്കും നേരെ മുണ്ടൊക്കെ എടുത്ത് കൊടുത്തായിരുന്നു. ഇപ്പോൾ കുട്ടൂസിന് ഞാനും കൂടി പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ മുണ്ടൊക്കെ കൊടുത്തിട്ട് ചവിട്ടുന്ന കുട്ടൂസ് ഒക്കെ തിരുന്ന് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടുത്തെ ഒരു സിറ്റിയാണ്, നല്ലൊരു മാർക്കറ്റ് ആംബിയൻസും കൂടിയാണ്. ഇനി ഇവിടുന്ന് ആ ചേട്ടന്മാരൊരു ക്വാർട്ടേഴ്സിൻ്റെ അവിടുത്തെ ഒരു മന്ദിറിൻ്റെ ലൊക്കേഷനാണ് അയച്ചു തന്നേക്കണം. അവിടെ പോയിട്ട് വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് വിളിക്കണം. അങ്ങനെ ഇപ്പോൾ ഏകദേശം സമയം എന്ന് പറഞ്ഞാൽ 9 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ചേട്ടന്മാർ വിളിച്ചിട്ട് ഇവിടെ അവരുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ തന്നെയാണ് നമ്മളെ കൊണ്ടുവന്നേക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെയാണ് സ്റ്റേ. എന്തായാലും വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പോൾ നമ്മുടെ കുട്ടൂസിനെയൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നിൽക്കാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞാലും മേളിലാണിപ്പോൾ നമുക്ക് സ്റ്റേ തന്നേക്കണം. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ഇവിടെ ഉള്ള ചേട്ടനുണ്ട്, ആ ചേട്ടനെ കൂടി ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മളിവിടെ ആക്കിയ ചേട്ടന്മാരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊക്കെ ഭക്ഷണം മേടിക്കാൻ വേണ്ടി പോയേക്കണാണ്. ഭക്ഷണമൊക്കെ ഇപ്പോൾ എന്താ വേണ്ടതെന്ന് ചോദിച്ചിട്ട് അത് മേടിക്കാൻ വേണ്ടി പോയേക്കണാണ്. അപ്പോൾ ഇവർ രണ്ടുപേരാണ്. ഈ ചേട്ടനാണ് വീട്ടിലെ ഓണർ. അപ്പോൾ നമുക്ക് എന്തായാലും പരിചയപ്പെടാം. നീ? ജഗദീശ്വർ. ഓക്കെ, താങ്ക് യു. ഗൗരി. ഓ, താങ്ക് യു. അപ്പോൾ നമുക്ക് ഇന്ന് സ്റ്റേ വന്നേക്കെന്ന് പറഞ്ഞാൽ വളരെ അടിപൊളിയാണ് കേട്ടോ. നല്ല ഒരു ശാന്തതയോടുകൂടി തന്നെ നമുക്ക് ഇന്ന് നല്ലോണം റെസ്റ്റ് എടുക്കാം. അങ്ങനെ എന്തായാലും ഇന്ന് എത്തിപ്പെട്ട സ്ഥലവും വളരെ അടിപൊളിയാണ്. അപ്പോൾ ഇവിടുത്തെ ചേട്ടന്മാർ നമുക്ക് ഫുഡൊക്കെ മേടിച്ചു തന്നത്. ഇതാണിപ്പോൾ നമുക്ക് നിൽക്കാൻ വേണ്ടി തന്നെ ആ വീട്. ഇവിടുന്ന് അത്യാവശ്യം നല്ല സ്പേസ് തന്നെയാണ് നമുക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആ ചേട്ടന്മാർ വന്നിട്ട് ഇപ്പോൾ ഫുഡ് കഴിച്ചെന്ന് പറഞ്ഞിട്ട് അവർ പോയി. ഇനി നാളെ രാവിലെ വരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ വീടാക്കില്ല ലോക്ക് ചെയ്ത് ഇനിയിപ്പോൾ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനുള്ളതൊക്കെ എഡിറ്റ് ചെയ്ത് നമുക്കിന്ന് കിടന്നുറങ്ങാം. അപ്പോൾ എന്തായാലും നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ എത്തിപ്പെടുന്നത് വളരെ യാദൃശ്ചികമായിട്ട് നല്ല കുറേ എക്സ്പീരിയൻസുകൾ തന്നെയാണ് നമുക്ക് ഇതിലൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത എനിക്ക് കുറേ നല്ല വീഡിയോകളിൽ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കണമെങ്കിൽ നമുക്ക് വളരെ ഉപകാരം തന്നെയായിരിക്കും.